Hello friends, welcome to Life with Italianum. ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു ഹെൽത്തി തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പാലക്, തേങ്ങാ ചുരണ്ടിയത്, പരിപ്പ്, കടുക്, ഇഞ്ചിയും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും. പരിപ്പിനെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ പാനിൽ വേവിച്ചെടുക്കാം. കുക്കറിലൊന്നും കുക്ക് ചെയ്യേണ്ട, അപ്പോൾ അത് കുഴഞ്ഞു പോവും. ഒരു സോസ് പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിടാം, കടുക് പൊട്ടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റേ ചെയ്യുന്ന ബാംഗ്ലൂരാണ്. ഇവിടെ നാട്ടിലെ പോലെ നമുക്ക് ഫ്രഷ് ചീര അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ ഗ്രീൻ വെജിറ്റബിളായിട്ട് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് പാലക്കാണ്. അപ്പം നമ്മുടെ എണ്ണ ചൂടായി, അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഈ പാലക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ വെജിറ്റബിളാണ്. അതിന് ശരിക്കും നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ടച്ചാണ് ശരിക്കും കൊടുക്കുന്നത് ഇവിടെ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇവിടെ നമുക്കൊന്ന് നമ്മുടെ ക്രഷ് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. അത് വൺസ് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി എടുത്ത് കഴുകി അരിഞ്ഞു വെച്ച പാലക്കിനെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാ സൈഡിൽ നിന്നും നമുക്കൊന്ന് കാണുന്ന പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഒന്ന് ജസ്റ്റ് ഒരു ഇളക്കി ഒന്നെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ പാലക്ക് എളുപ്പം കുക്കാവുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ്. അപ്പം വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്കൊന്ന് തിരിച്ച് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ അടച്ച് വയ്ക്കുവാണ്. ഒരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ വന്ന് ഓൾമോസ്റ്റ് പാലൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മുമ്പ് വേവിച്ച് വെച്ച പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് മാത്രമല്ല, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെറുപയർ, വൻപയർ ഏതിട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഒരു ഹെൽത്തി ഒരു തോരനാണിത് ശരിക്കും പറഞ്ഞാൽ. അപ്പം പരിപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, പരിപ്പ് വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അടച്ച് വെച്ച് എല്ലാം ഒന്ന് മിക്സായി അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. എല്ലാ സൈഡിൽ നിന്നും അതൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, തോരന് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം തേങ്ങയിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. കളർ മാത്രമേ ഉള്ളൂ, എരിവ് കുറവാണ്. കുഞ്ഞിനും കൂടെ കൊടുക്കുന്ന കാരണമാണ് പച്ചമുളക് ഇടാതിരുന്നത്. അപ്പോൾ അതൊന്നും എല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ പാലക് പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ പാലക് പരിപ്പ് തോരൻ. ഇത് നമ്മുടെ കേരള റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ഡു ട്രൈ ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. മറക്കല്ലേ.